നമസ്കാരം. ബി.ജെ.പിയും സംഘപരിവാർ സംഘടനകളും ക്രൈസ്തവർക്ക് നേരെ അക്രമം നടത്തുന്നത് തുടരുകയാണ് എന്ന് പ്രചരിപ്പിക്കാൻ നിരവധി ശ്രമങ്ങൾ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. പാലക്കാട് ഒരു കരോൾ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണം അത് ബി.ജെ.പിയുടെ മതപരമായ അസഹിഷ്ണുതയ്ക്ക് അല്ലെങ്കിൽ RSSൻ്റെ അസഹിഷ്ണുതയുടെ ഉദാഹരണമാണ് എന്നൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ക്രൈസ്തവരെ ഇതാ കേരളം മുഴുവൻ വളഞ്ഞിട്ടാക്രമിക്കുന്നു എന്നൊരു ധ്വനി പരത്താൻ വേണ്ടി വലിയ രീതിയിലുള്ള പ്രചരണം ആ ആക്രമണങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ എന്താണ് നടന്നത് എന്ന് കൃത്യമായി തന്നെ പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മദ്യപിച്ച് ഒരു സംഘം ഈ പറയുന്ന നാട്ടുകാരുടെ തലയ്ക്ക് കയറുന്നു, അവർ എടുത്തിട്ട് പെരുമാറുന്നു. അതാണ് പാലക്കാട് ഉണ്ടായത്. അതിൽ BJP-ക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട് പ്രതികളായിട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് BJP-യുടെ ആസൂത്രിതമായ ക്രൈസ്തവ വേട്ട എന്ന നിലയിൽ ഈ വാർത്ത പ്രചരിപ്പിക്കപ്പെടുന്നത്. LDF-ഉം UDF-ഉം എല്ലാം ഈ വാർത്ത പ്രചരിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ചില മാധ്യമ സ്ഥാപനങ്ങളും ഈ വാർത്ത വലിയ രീതിയിൽ ഹൈപ്പ് നൽകി രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി പ്രചരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കരോളുകൾ പല രീതിയിൽ നടക്കാറുണ്ട്. ഔദ്യോഗികമായി നമ്മുടെ പള്ളി ഇടവകകളിൽ പള്ളിയുമായി ബന്ധപ്പെട്ട പുരോഹിതൻ്റെ നേതൃത്വത്തിൽ വളരെ ശാന്തമായി കരോളുകൾ നടത്തപ്പെടാറുണ്ട്. മതപരമായ ഒരു അനുഷ്ഠാനം എന്ന രീതിയിലാണ് കരോളുകൾ നടത്തപ്പെടുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ക്ലബ്ബുകളും യുവജന കൂട്ടായ്മകളും എല്ലാം കരോൾ സംഘങ്ങൾ നടത്താറുണ്ട്. രണ്ടാമത്തേത് ഒരു പരിധിവരെ അലമ്പാവുക സർവ്വസാധാരണമാണ്. പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള കരോൾ സംഘങ്ങൾക്കിടയിൽ സംഘർഷങ്ങളും മറ്റും ഉണ്ടാകാറുണ്ട്. ഈ സംഘർഷങ്ങളെയാണ് എടുത്തു പ്രചരിപ്പിച്ചുകൊണ്ട് BJP-ക്കെതിരെ അത്തരത്തിലുള്ളൊരു സംഘർഷമാണ് പാലക്കാട് ഉണ്ടായത്. പാലക്കാട് ഈ അക്രമത്തിനിരയായി എന്ന് പറയുന്ന കരോൾ സംഘം ഏതെങ്കിലും ഒരു ക്രിസ്തീയ മതസ്ഥാപനങ്ങളിൽ നിന്നോ ദേവാലയങ്ങളിൽ നിന്നോ ഉള്ളതല്ല. അത് DYFI തന്നെ ആസൂത്രണം ചെയ്ത ഒരു കരോൾ സംഘമാണ്. ആ കരോളിലാണ് ചിലർ മദ്യപിച്ചിരുന്നു, നാട്ടുകാരുടെ തലയ്ക്ക് കയറുന്നു, അവർ അടി കൊടുക്കുന്നു. ഇതാണ് പാലക്കാട് സംഭവിച്ചത്. പക്ഷേ അതിനെ മദ്യപിച്ചു എന്ന് പറഞ്ഞത് തന്നെ കുട്ടികൾക്കെതിരായിട്ടുള്ള ഒരു ആക്രമണമാണ്. ബാലാവകാശ കമ്മീഷനെതിരെ കേസെടുക്കണം എന്നൊക്കെ പറഞ്ഞ് അതിനും വലിയ രീതിയിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. ഈ സമയത്താണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ കായംകുളം നൂറനാട് കരിമുളയ്ക്കലിൽ 5 പേർക്ക് പരിക്കേൽക്കുന്ന ഒരു വലിയ അക്രമ സംഭവം ഉണ്ടായത്. ഈ അക്രമത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ അല്പം മുമ്പ് കണ്ടത്. ഈ അക്രമത്തിൽ നമുക്കറിയാം സ്ത്രീകളും കുട്ടികളും എല്ലാം അടിമേടിക്കുന്നുണ്ട്. 2.5 വയസ്സുകാരിക്ക് അടക്കം മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അവർ ഇപ്പോൾ 6 പേർ സാരമായി പരിക്കേറ്റ് ആശുപത്രിയിലുമാണ്. ഈ മർദ്ദനത്തിന് നേതൃത്വം നൽകി ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നവരെല്ലാം DYFI-യുടെയും CPIM-ൻ്റെയും പ്രവർത്തകരാണ്. ഈ വാർത്ത എന്തുകൊണ്ടാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും നേരത്തെ പറഞ്ഞ ഗണത്തിലുള്ള മാധ്യമ പ്രവർത്തകരും വലിയ രീതിയിൽ പ്രചരിപ്പിക്കാത്തത് എന്നതിൽ അതിശയമൊന്നും വേണ്ട. കാരണം DYFI ആണ് ആ കേസിലെ പ്രതികൾ. അവിടെ വലിയ രാഷ്ട്രീയത്തിന് സ്കോപ്പില്ലാത്തത് കൊണ്ടാണ് ഈ വാർത്ത പ്രചരിപ്പിക്കപ്പെടാത്തത്. പക്ഷേ ഒരു കാര്യം ഇതിൽ വ്യക്തമാക്കേണ്ടതുണ്ട്. പോലീസ് ഇതിനെ പറയുന്നത് 2 കരോൾ സംഘങ്ങൾ തമ്മിൽ DYFI തന്നെ നേതൃത്വം കൊടുത്ത 2 കരോൾ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയതാണ് എന്നാണ്. ഇനി തമ്മിൽ ഏറ്റുമുട്ടിയതാണ് എന്ന് തന്നെ വെക്കുക, അവിടെയും സംഘർഷത്തിൻ്റെ കാരണം എന്താണ്? അവിടെയും മദ്യപിച്ചിരുന്നു. പല ആളുകളും മദ്യപിച്ച് പലതരത്തിലുള്ള വൃത്തികേടുകളും കാട്ടിയിരുന്നു. ആ വൃത്തികേടുകൾ സഹിക്കാതെ വരുമ്പോൾ ജനം പ്രതികരിക്കും. അങ്ങനെ പ്രതികരിക്കുമ്പോൾ സംഘർഷമുണ്ടാവുക സ്വാഭാവികമാണ്. ഇത് കേരളത്തിൻ്റെ പലയിടങ്ങളിലും നടക്കാറുണ്ട്. ഇത് ഉത്സവത്തിൻ്റെ ഭാഗമായി എടുക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത്. പക്ഷേ ഇതിനെ ക്രൈസ്തവ വേട്ടയായി ചിത്രീകരിച്ചുകൊണ്ട് മറുഭാഗത്ത് നിൽക്കുന്നത് ഹിന്ദുക്കളാണെങ്കിൽ, മറുഭാഗത്ത് നിൽക്കുന്നതിൽ ഏതെങ്കിലും BJP ബന്ധമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ BJP വേട്ടയായും ക്രൈസ്തവ ഹിന്ദു സംഘർഷമായിട്ടുമൊക്കെ ചിത്രീകരിക്കാൻ ചിലർ വല്ലാത്ത താല്പര്യം കാണിക്കുന്നുണ്ട്. ആ താല്പര്യം പലപ്പോഴും അപകടത്തിലേക്ക് നയിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഈ സാഹചര്യത്തിലാണ് 2 DYFI കരോൾ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. പോലീസ് പറയുന്നത് പോലെ മുഖവിലക്കെടുത്താൽ ഈ ഏറ്റുമുട്ടലും നടക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് വാർത്തയാക്കാത്തത്, അതേ രീതിയിൽ വാർത്തയാക്കാത്തത് എന്നത് കേരളം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യവുമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.